السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉയർച്ച ലഭിക്കുന്ന 3 കാര്യങ്ങൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്കൊരിക്കലും നഷ്ടം നൽകാത്ത, എന്നാൽ നേട്ടങ്ങളും ഉയർച്ചകളും മാത്രം നൽകുന്നതായ 3 കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ നഖസത് സദഖത്തും മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. 3 യാഥാർത്ഥ്യങ്ങളാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. മാ നഖസത് സദഖത്തും മിൻ മാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളുടെ സ്വതക്ക അവൻ്റെ സമ്പത്തിനെ കുറച്ചു കളഞ്ഞിട്ടില്ല. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. സ്വതക്ക നൽകിയത് കൊണ്ടോ സക്കാത്ത് നൽകിയത് കൊണ്ടോ തൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകിയത് കൊണ്ടോ ഒരാളുടെയും സമ്പത്തിനും കുറവ് വന്നിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സ്വതക്ക കൊടുത്തത് കൊണ്ട്, സക്കാത്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ധാരാളക്കണക്കിനുണ്ട്. സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പണ്ഡിതന്മാർ പറയുന്നത് അന്നമ, വളർച്ച എന്നാണ്. സമ്പത്തിൻ്റെ വളർച്ചയാണ് സക്കാത്ത്. അതൊരിക്കലും കുറച്ച് കളയുകയില്ല. സ്വതക്ക എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ നൽകുമ്പോൾ ആ സാധാരണക്കാർ, പാവപ്പെട്ടവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സമ്പത്തിന് ബർക്കത്ത് ലഭിക്കും. മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നമുക്ക് വളർച്ച മാത്രമാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇനി സമ്പത്തിൽ ഭൗതികപരമായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ആ സമ്പത്ത് കൊണ്ട് വലിയ നേട്ടവും വളർച്ചയുമാണ് നമുക്ക് നൽകാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതക്ക നൽകുന്നതിൽ, സകാത്ത് നൽകുന്നതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കുവാൻ പാടില്ല. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ. ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ പ്രതാപം ഉയർത്തിയിട്ടല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. പല ആളുകളും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകാൻ, ഒന്ന് പുറത്തു കൊടുക്കാൻ എന്തോ പ്രയാസവും മടിയും ഉള്ളതുപോലെയാണ്. എൻ്റെ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്നും എൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു പോകുമെന്നാണ് ചില ആളുകളുടെയെങ്കിലും ധാരണ. പക്ഷെ വാസ്തവത്തിൽ നമ്മളൊരാൾക്ക് വിട്ടുവീഴ്ച നൽകുന്നതിലൂടെ, അവൻ്റെ കാര്യങ്ങൾ പുറത്തു കൊടുക്കുന്നതിലൂടെ, നമ്മുടെ പ്രയാസപ്പെടുത്തിയവനെ ക്ഷമിച്ചു നൽകുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതാപമാണ് നൽകുന്നത്. ആളുകൾക്കിടയിൽ തന്നെ നമുക്ക് നല്ല ഒരു പ്രതാപവും പേരും ലഭിക്കുമെന്ന് ഉള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളൊരിക്കലും എന്തെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് കരുതി വിട്ടുവീഴ്ച നൽകാൻ മടിച്ചു നിൽക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പഠിപ്പിക്കുന്നത്, വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആരെങ്കിലും തവാദുഅ കാണിക്കുമ്പോൾ, വിനയം കാണിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പദവികൾ ഉയർത്തും എന്നാണ്. സഹോദരന്മാരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് വിനയമെന്നുള്ളത്. ആളുകളോട് വിനയമുണ്ടാകുന്നത്, എളിമയുണ്ടാകുന്നത് വലിയ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മളൊന്നുമല്ലാത്തവനാണെന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ കിബർ കാണിക്കാതെ, അഹങ്കാരം നടിക്കാതെ, വളരെ വിനയത്തോടുകൂടി അവരോട് പെരുമാറാൻ, ഇടപഴകുവാൻ, കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അല്ലാഹു നമുക്ക് വലിയ വളർച്ചയാണ് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അവരിലൊരാളായി ജീവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ
മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരുടെ ദൂതന്മാർ വരുമ്പോൾ പ്രവാചകനെ മനസ്സിലാവാതെ മൻ മുഹമ്മദ്, ആരാണ് നിങ്ങളിൽ മുഹമ്മദ് എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ കാണാം. പ്രവാചകൻ അവരുടെ കൂട്ടത്തിൽ ഒരാളായി വിനയം കാണിച്ച് ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഏറ്റവും വലിയ ഉയർച്ചയാണ് നൽകിയത്. അതുപോലെ നമ്മളും വിനയം കാണിച്ചാൽ, നമ്മളും ആൾക്കാരോട് എളിമത്തം കാണിച്ചാൽ അള്ളാഹു നമുക്കും ഉയർച്ച നൽകും. അതുകൊണ്ട് ഈ 3 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ 3 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. സമ്പത്ത് ആളുകൾക്ക് ദാനം ചെയ്യുക, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച നൽകുക, മറ്റുള്ളവരോട് വിനയം കാണിക്കുക, ഈ 3 കാര്യങ്ങളും നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ മാ ഇൻദി വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.